ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. ഇന്ന് ഗീതാധ്യാനത്തിലെ ഭീഷ്മദ്രോണ തട എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം. ഭീഷ്മരും ദ്രോണരുമാകുന്ന തടങ്ങൾ, ജയദ്രഥനാകുന്ന ജലം, ഗാന്ധാരരാജനാകുന്ന കരിമ്പാറ, ശല്യരാകുന്ന സ്രാവ്, കൃപരാകുന്ന ശക്തിപ്രവാഹം, കർണനാകുന്ന വേലിയേറ്റം, അശ്വത്ഥാമ വികർണനാകുന്ന മകരമത്സ്യങ്ങൾ, ദുര്യോധനനാകുന്ന വലിയ ചുഴി. ഇങ്ങനെയുള്ള മഹാഭാരതമെന്ന മഹാനദി പാണ്ഡവർ വളരെ എളുപ്പത്തിൽ കടന്നത് അവിടെ കടത്തുകാരനായി പ്രവർത്തിച്ചത് ഭഗവാൻ കേശവനായതുകൊണ്ട് എന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. അതായത് നമ്മുടെ ചുറ്റുമുള്ള കുറേ ആൾക്കാരുണ്ട്, ദിവസവും അമ്പലത്തിൽ പോവുകയും നാമങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവർക്ക് എന്തെങ്കിലും അസുഖം ബാധിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നത്. ഉടനെ അവരെന്താണ് പറയുന്നതെന്നറിയോ? ഇനി നാളെ മുതൽ ഞാൻ നാമം ജപിക്കുന്നില്ല, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുന്നില്ല, ഭഗവാൻ എന്നെ കാണുന്നില്ല, ഞാൻ ഇതൊക്കെ ചെയ്തത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് എന്നാണ്. നോക്കൂ, അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, തന്നെ ആശ്രയിക്കുന്നവർക്ക്, അതായത് ഭഗവാനെ ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ കൽപ്പവൃക്ഷം തന്നെയാണ്. പിന്നെ നമുക്കുണ്ടാകുന്ന ഈ ജീവിത ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് നമ്മുടെ മുജ്ജന്മ കർമ്മ പ്രാരബ്ധങ്ങളുടെ ഫലമായിട്ടാണ്. അതിന് നമ്മുടെ വിധിയെ കുറ്റപ്പെടുത്തുകയോ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. ഒരു വലിയ കെട്ടിടത്തിൻ്റെ മേലെ നിന്ന് നമ്മൾ താഴേക്ക് പതിക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. അപ്പോൾ ആ താഴേക്ക് വരുന്ന ആ ഒരു ഇതിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കും? ആ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്, ഞാൻ എന്തിനാ നാമം ജപിച്ചത്, ഞാൻ എന്തിനാ അമ്പലത്തിൽ പോയത്, നാളെ മുതൽ ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ല. പക്ഷേ താഴേക്ക് പതിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളെയും കാത്ത് ഭഗവാന്റെ ആ തൃക്കൈകളുമായിട്ട് നമ്മളെ സ്വീകരിക്കാനായിട്ട് ഭഗവാൻ ഉറപ്പായും താഴെ ഉണ്ടാകും. കാരണം നമ്മൾ ജപിക്കുന്ന നാമങ്ങൾ എപ്പോഴും നമുക്കൊരു രക്ഷാ കവചമാണ്. നമ്മെ ഭക്തി പ്രണശ്യതി. ഭഗവാൻ അർജുനന് കൊടുത്ത വാക്കാണിത്, എൻ്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല എന്നുള്ളത്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു വാക്കിനെ നമുക്ക് വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുകയും പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിക്കുകയും ഒക്കെ ചെയ്യാം. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.